നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ ഭയം ഉയരാറുണ്ടോ? ആദ്യം മനസ്സിൽ വരുന്നത് ആരാണ് വിളിക്കുന്നത് എന്ന ചോദ്യമല്ല, എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്ന ആശങ്കയാണോ? ചിലർക്കൊരു ഫോൺ കോൾ ഒരു സാധാരണ സംഭവമാണ്, എന്നാൽ മറ്റു ചിലർക്ക് അത് ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഒരു ചെറിയ റിംഗ് പോലും ചിലരുടെ മനസ്സിനെ ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത്? അത് സാമൂഹിക ഭയമാണോ? അതോ നമ്മുടെ തലച്ചോർ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പുതിയ രീതിയാണോ? ഒരു സന്ദേശം വന്നാൽ പലരും ഉടൻ വായിക്കും. പക്ഷേ അതേ ആളുകൾ ഫോൺ റിംഗ് ചെയ്താൽ അത് മുഴുവൻ തീരുന്നതുവരെ നോക്കിയിരിക്കും. പിന്നീടൊരു ചെറിയ സന്ദേശം മാത്രം അയക്കും. ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. എന്താണ് കാര്യം? പുറത്തുനിന്ന് നോക്കുന്നവർ ഉടനെ ഒരു വിധി പറയും. ഇക്കാലത്തെ ആളുകൾക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് ഇതിനു പിന്നിൽ അതിനേക്കാൾ ആഴമുള്ള കാരണങ്ങളുണ്ടാകാമെന്നാണ്. ഒരു സന്ദേശത്തിന് ഒരു പ്രത്യേക സ്വാതന്ത്ര്യമുണ്ട്. അത് വായിക്കാൻ സമയം തിരഞ്ഞെടുക്കാം, മറുപടി എഴുതുന്നതിനു മുമ്പ് ചിന്തിക്കാം, തെറ്റായി എഴുതിയാൽ തിരുത്താം. എന്നാൽ ഒരു ഫോൺ കോൾ അങ്ങനെയല്ല. അതിന് ഉടൻ പ്രതികരിക്കണം, ഉടൻ സംസാരിക്കണം, ഉടൻ തീരുമാനമെടുക്കണം. ചിലരുടെ മനസ്സ് ഈ പെട്ടെന്നുള്ള ആവശ്യത്തെ സമ്മർദ്ദമായി അനുഭവിക്കും. അവർക്ക് സംസാരിക്കാൻ അറിയാത്തതല്ല, തയ്യാറാകാൻ സമയം ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ നേരിൽ വളരെ നന്നായി സംസാരിക്കും, മണിക്കൂറുകളോളം സംഭാഷണം തുടരും. പക്ഷെ ഒരു അപരിചിത നമ്പർ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. കാരണം പ്രശ്നം സംസാരിക്കുന്നതിലല്ല, പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ്. ആരാണ് വിളിക്കുന്നതെന്നറിയില്ല, എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നറിയില്ല. ആ അനിശ്ചിതത്വമാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. മനുഷ്യന്റെ തലച്ചോർ മുൻകൂട്ടി അറിയാൻ കഴിയാത്ത കാര്യങ്ങളെ പലപ്പോഴും കൂടുതൽ ശ്രദ്ധയോടെ സമീപിക്കും. അതൊരു സുരക്ഷാ സംവിധാനമാണ്. ചിലർക്ക് ആ സംവിധാനം കൂടുതൽ സജീവമായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഫോൺ കോൾ പോലും അവരുടെ മനസ്സിൽ അനാവശ്യമായ ജാഗ്രത സൃഷ്ടിക്കുന്നത്. അവർ പുറത്തുനിന്ന് ശാന്തരായി തോന്നും, പക്ഷേ ഉള്ളിൽ നിരവധി സാധ്യതകൾ ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കും. ബാല്യകാല അനുഭവങ്ങളും ഇതിൽ പങ്കുവഹിക്കാം. ചില വീടുകളിൽ ഫോൺ മുഴങ്ങുമ്പോൾ നല്ല വാർത്തകളല്ല വന്നിരുന്നത്. വഴക്കുകൾ, അടിയന്തര വാർത്തകൾ, ആശുപത്രി, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആവർത്തിച്ചാൽ തലച്ചോർ അറിയാതെ ഒരു ബന്ധം സൃഷ്ടിച്ചേക്കാം. ഫോൺ റിംഗ് എന്നാൽ എന്തോ പ്രശ്നം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വികാരം ചെറിയ രീതിയിൽ നിലനിൽക്കാം. ചിലർക്ക് മറ്റൊരു കാരണവുമുണ്ട്. അവർ പറയുന്ന ഓരോ വാക്കിനെയും കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ തിരികെ എടുക്കാൻ കഴിയില്ല. സന്ദേശത്തിൽ പോലെ തിരുത്താനും കഴിയില്ല. അതുകൊണ്ട് സന്ദേശം അവർക്ക് കൂടുതൽ സുരക്ഷിതമായ മാർഗമായി തോന്നും. അത് സംസാരത്തെ ഒഴിവാക്കാനുള്ള ശ്രമമല്ല, സ്വന്തം ചിന്തകൾ കൃത്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു രീതിയാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകം മനുഷ്യരുടെ ആശയവിനിമയ ശീലങ്ങളെയും മാറ്റിയിട്ടുണ്ട്. ഒരു സന്ദേശം അയച്ചാൽ മറുവശത്തുള്ള ആളും സൗകര്യമുള്ള സമയത്ത് മറുപടി നൽകാം. പക്ഷേ ഒരു ഫോൺ കോൾ മറ്റൊരാളുടെ സമയത്തിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലുന്നു. അതുകൊണ്ടാണ് ചിലർ ആദ്യം സന്ദേശം അയക്കാൻ ഇഷ്ടപ്പെടുന്നത്. അത് ബഹുമാനത്തിന്റെ രീതിയായും അവർ കാണുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ഫോൺ എടുക്കാതിരുന്നാലും മണിക്കൂറുകൾക്കുള്ളിൽ വളരെ വിശദമായ സന്ദേശം അയക്കും. അത് അവഗണനയല്ല, അവരുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്ന ആശയവിനിമയ രീതിയാണ്. എല്ലാവരും ഒരേ ഭാഷയിൽ ചിന്തിക്കുന്നില്ല. അതുപോലെ എല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് ലോഡ് എന്നൊരു ആശയമുണ്ട്. ഒരേ സമയം കൂടുതൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ മനസ്സിന് സമ്മർദ്ദം അനുഭവപ്പെടാം. ഒരു ഫോൺ സംഭാഷണത്തിൽ ശബ്ദം കേൾക്കണം, ഉടൻ മനസ്സിലാക്കണം, ഉടൻ മറുപടി നൽകണം, വികാരങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം ഒരേ സമയം നടക്കുന്നു. എന്നാൽ ഒരു സന്ദേശത്തിൽ ഈ സമ്മർദ്ദം കുറവാണ്. അതുകൊണ്ട് ചിലർക്ക് സന്ദേശങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി തോന്നും. മറ്റൊരു സത്യം കൂടിയുണ്ട്. ചിലർക്ക് ഫോൺ കോൾ ഭയമല്ല, മറിച്ച് സ്വന്തം സമയം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ്. ഒരു ചെറിയ കാര്യം പറയാൻ പോലും അരമണിക്കൂർ സംസാരിക്കുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടാകും. അതിനാൽ ഒരു കോൾ കാണുമ്പോൾ മനസ്സ് ആദ്യം ചിന്തിക്കുന്നത് സംഭാഷണത്തിന്റെ ഉള്ളടക്കമല്ല, അതിനെത്ര സമയം പോകുമെന്നതാണ്. മണി സൈക്കോളജിയിൽ സമയം ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമാണെന്ന് പറയാറുണ്ട്. ഇന്ന് പലരും പണത്തേക്കാൾ സമയം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ചെറുകാര്യങ്ങൾക്ക് സന്ദേശം മതിയെന്ന് ചിലർ കരുതുന്നത്. അത് ബന്ധത്തിന്റെ വില കുറയ്ക്കുന്നതല്ല, സമയം കൂടുതൽ ബോധപൂർവം ഉപയോഗിക്കാനുള്ള ശ്രമമായിരിക്കാം. ചില ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നത് മനുഷ്യൻ നിരന്തരം പുറംലോകത്തിന്റെ ശബ്ദത്തിൽ ജീവിക്കുമ്പോൾ ഉള്ളിലെ നിശ്ശബ്ദത നഷ്ടപ്പെടാമെന്നാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. എന്നാൽ ചിലർ അനാവശ്യ ഫോൺ കോളുകൾ കുറച്ചപ്പോൾ കൂടുതൽ സമാധാനം അനുഭവപ്പെട്ടതായി പങ്കുവെക്കാറുണ്ട്. അവർ സംസാരിക്കുന്നത് കുറച്ചതല്ല, ശ്രദ്ധയില്ലാത്ത ശബ്ദങ്ങൾ മാത്രമാണ് കുറച്ചത്. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് സംസാരിക്കുന്ന ചിലർ മറ്റൊരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നു. വ്യക്തതയോടെയും മനഃപൂർവവുമായ ആശയവിനിമയം ബന്ധങ്ങളിൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് അവരുടെ വിശ്വാസം. നിരന്തരം സമ്മർദ്ദത്തോടെയും നിർബന്ധത്തോടെയും പ്രതികരിക്കുന്നതിനേക്കാൾ സ്വന്തം മനസ്സിന്റെ സമാധാനം നിലനിർത്തി സംസാരിക്കുമ്പോൾ ബന്ധങ്ങളും കൂടുതൽ ആരോഗ്യകരമാകാമെന്ന് അവർ കരുതുന്നു. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ പ്രതികരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കാൻ സമയം ലഭിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ആശയവിനിമയത്തിന്റെ ഗുണം മെച്ചപ്പെടുത്തുമെന്ന് മനഃശാസ്ത്രം സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞാൽ എല്ലാ ഫോൺ കോളുകളും ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് അർത്ഥമില്ല. ചില വികാരങ്ങൾ വാക്കുകളിൽ മാത്രമേ ജീവിക്കൂ. ചില ബന്ധങ്ങൾ ശബ്ദത്തിലൂടെയാണ് കൂടുതൽ ശക്തമാകുന്നത്.
ഒരു സന്ദേശത്തിന് പകരം ഒരാളുടെ ശബ്ദം കേൾക്കുന്നത് ചിലപ്പോൾ വലിയ ആശ്വാസമാകാം. അതുകൊണ്ട് ചോദ്യം ഫോൺ കോളാണോ സന്ദേശമാണോ എന്നതല്ല, ഏത് സാഹചര്യത്തിൽ ഏത് മാർഗമാണ് കൂടുതൽ സത്യസന്ധമായ ബന്ധം സൃഷ്ടിക്കുന്നത് എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫോൺ കോളുകളെ വെറുക്കുന്ന ആളല്ല, തയ്യാറാകാതെ സംസാരിക്കേണ്ട അവസ്ഥയെയാണ് ഇഷ്ടപ്പെടാത്തത്. ഒരുപക്ഷെ നിങ്ങൾ നിശബ്ദതയെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം, ചിന്തിക്കാൻ സമയം വേണമെന്ന ആഗ്രഹമുള്ള ഒരാളായിരിക്കാം. കാരണം മനുഷ്യനെ മനസ്സിലാക്കുന്നത് അവൻ എത്ര വേഗത്തിൽ ഫോൺ എടുക്കുന്നു എന്നതിലൂടെയല്ല, മറ്റൊരാളുടെ ജീവിതത്തിൽ അവൻ എത്ര ആത്മാർത്ഥമായി സാന്നിധ്യമാകുന്നു എന്നതിലൂടെയാണ്. ഒരു ദിവസം ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ നിശബ്ദതയെ നിങ്ങളിനി അഹങ്കാരമായി വായിക്കില്ല. അത് ഓരോ മനുഷ്യന്റെയും മനസ്സ് ലോകവുമായി സംസാരിക്കുന്ന വ്യത്യസ്തമായ ഭാഷയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും.